إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളെ ക്രമീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ വലിയ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ രൂപത്തിലുള്ള സൗഭാഗ്യത്തിനും മഹത്വത്തിനുമൊക്കെ അർഹരായി തീർന്നിട്ടുള്ള മഹാന്മാരുടെയുമൊക്കെ ചരിത്രങ്ങൾ വളരെ കൃത്യമായി തന്നെ നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങളും കഥകളുമൊക്കെ പറയുന്നത് കേവലം ആസ്വാദനത്തിന് വേണ്ടിയോ നേരം പോക്കിന് വേണ്ടിയോ അല്ല, മറിച്ച് മഹാന്മാരുടെ എല്ലാം ചരിത്രങ്ങളിലും കഥകളിലുമൊക്കെ ബുദ്ധിയും ആലോചനാശേഷിയുമുള്ള ആളുകൾക്ക് വ്യക്തമായ പാഠങ്ങളുണ്ട് എന്നാണ് അല്ലാഹു തആല ഉണർത്തിയിട്ടുള്ളത്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. അവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നിങ്ങൾക്ക് അഥവാ ബുദ്ധിയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഗുണപാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ എടുത്തു പറയത്തക്ക മഹത്വമുള്ള ഒരു മഹാനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. ലുഖ്മാൻ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ, സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ആ മഹാനായ മനുഷ്യന് അല്ലാഹു നൽകിയ അറിവ്, അല്ലാഹു നൽകിയ യുക്തിബോധം, അദ്ദേഹത്തിന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള പ്രത്യേകമായ പാടവം, അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി, അതിലേക്കെല്ലാം സൂചന നൽകുന്ന നിലക്ക് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. നിശ്ചയമായും ലുഖ്മാനിന് നാം ഹിക്മത്ത് കൊടുത്തു. കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും ബുദ്ധിപൂർവകമായി കാര്യങ്ങളിൽ ഇടപെടുവാനും കൃത്യമായി കാര്യങ്ങളെ സമീപിക്കുവാനുമുള്ള ഒരു പ്രത്യേകമായ കഴിവും മഹത്വവും മഹാനായ ലുഖ്മാനുൽ ഹക്കീമിന് നൽകപ്പെട്ടു.
അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ രത്നച്ചുരുക്കം അനിഷ്കുർലില്ല, അള്ളാഹുവിന് നീ നന്ദിയുള്ളവനായിരിക്കണം. ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അത് സ്വന്തത്തിന് വേണ്ടി തന്നെയാണെന്ന് വിചാരിച്ചോളൂ. നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ അള്ളാഹുവിന് ഒന്നും വരാനില്ല, എല്ലാ രൂപത്തിലുള്ള പരാജയങ്ങളും നിങ്ങൾക്ക് തന്നെ എന്ന ആശയം തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. ആർക്കെങ്കിലും അള്ളാഹു ഹിക്മത്ത് നൽകിയാൽ അത് വലിയ സൗഭാഗ്യമാണെന്നാണ് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. ആ സൗഭാഗ്യമാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആന്റെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് കൊടുക്കും. ആർക്ക് ഹിക്മത്ത് നൽകപ്പെട്ടുവോ അവൻ ധാരാളക്കണക്കിന് നന്മ അവന് നൽകപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊണ്ടും മഹത്വമുള്ള മഹാനായൊരു മനുഷ്യൻ. അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞത് അദ്ദേഹം തന്റെ കുഞ്ഞു മകനെയും ഇരുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഉപദേശത്തിന്റെ രൂപമാണ്. ലോകത്തുള്ള മുഴുവൻ രക്ഷിതാക്കൾക്കും ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മാതൃകായോഗ്യമായ നിലക്ക് ഒരു പിതാവിന് മക്കളോടുള്ള കടമ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും കൃത്യമായ നിലക്കുള്ള അവതരണമാണ് അല്ലാഹു ആ വചനങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മക്കളോട് വാത്സല്യം കാണിക്കുന്നതിന്റെയും അവരോട് സ്നേഹവും അനുകമ്പയും അതുപോലെ ആ രൂപത്തിൽ അവരോട് കൃത്യമായി പെരുമാറുന്നതിന്റെയും ഒക്കെ ഏറ്റവും പരമപ്രധാനമായ ഘടകം ചിന്തിക്കാത്തവർ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അള്ളാഹു മഹാനായ ഒരു പിതാവ് തന്റെ സന്താനത്തിന് നൽകുന്ന ഉപദേശങ്ങൾ എടുത്തുകൊണ്ട് വിശദീകരിക്കുന്നത്. ആ ഉപദേശങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പരമപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്ന്, ഒരു പിതാവെന്ന നിലക്ക്, രക്ഷിതാവെന്ന നിലക്ക് മക്കളോടുള്ള മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പിതാവിന്റെ ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്വം, അത് നിർവഹിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും പ്രാധാന്യവും, ആ കാര്യം നിർവഹിക്കുമ്പോൾ തങ്ങളുടെ ഉപദേശം കേൾക്കുന്ന മക്കളോട് സ്വീകരിക്കേണ്ടുന്ന ശൈലി എന്ത്? തീർന്നില്ല. മക്കളെ ഉപദേശിക്കുമ്പോഴും അവർക്ക് വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും വിഷയങ്ങൾ ഒരു പിതാവ് ക്രമീകരിക്കുമ്പോൾ ആ വിഷയ ക്രമീകരണത്തിൽ സ്വീകരിക്കേണ്ടുന്ന മുൻഗണനാ ക്രമവും അതിന്റെ തർത്തീബും എന്ത്? ഇതൊക്കെ ഈ ഉപദേശങ്ങളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം തന്റെ മകന് വിശ്വാസരംഗത്തേക്കുള്ള ഊർജം നൽകുന്നുണ്ട്. കർമ്മരംഗത്ത് നിരന്തരമായി പ്രവർത്തിച്ചു കൊള്ളുവാനുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. സ്വഭാവ മേഖല വളരെയേറെ ശ്രദ്ധിക്കണം മോനെ എന്ന് ഗൗരവത്തോടെ താക്കീത് ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും നന്നാവേണ്ടത് അവന്റെ വിശ്വാസമാണ്, അതുപോലെ തന്നെ അവന്റെ കർമ്മങ്ങളാണ്, അതുപോലെ അവന്റെ സംസ്കാരമാണ്, സ്വഭാവമാണ്. എല്ലാ മേഖലകളിലേക്കും വെളിച്ചം നൽകുന്ന നിലക്കുള്ള സാരവത്തായ ഉപദേശങ്ങളാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു സ്വന്തം മകന് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് പറയുന്നു, ആദ്യം തന്നെ ആ പിതാവ് തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലളുൽമുൻ അളീം. ലുഖ്മാൻ തന്റെ മകന് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ തന്റെ മകന് ഉപദേശം നൽകുന്നതായ സന്ദർഭം. വഹുവ യഇളുഹു, അദ്ദേഹം ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമ്മളെല്ലാവരും പിതാക്കളാണ്, രക്ഷിതാക്കളാണ്. മഹാനായ ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഒന്നാമത്തെ ഉപദേശം എന്തായിരിക്കണം? എന്താ കൊടുക്കേണ്ടത്? എന്തുപദേശം കൊടുക്കേണ്ടത്? മോനെ, നന്നായി തിന്നണട്ടോ, നന്നായി ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങണം. ഇതൊക്കെയാണോ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്? എന്താണ് ആദ്യം ഉപദേശിക്കേണ്ടത്? എന്താണ് ഒരു കുടുംബത്തിന്റെ നാഥൻ, കുടുംബനാഥന്മാരെ, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കീഴിലുള്ളവർക്ക് നൽകേണ്ടുന്ന ഒന്നാമത്തെ ഉപദേശം എന്ത്? എന്തായിരിക്കണം ഒന്നാമത്തെ ഉപദേശം? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ കുഞ്ഞു മോനെ. ആ വിളിയുടെ ശൈലി നോക്കൂ.
വളരെ സ്നേഹത്തോടെ വിളിക്കണം, എന്റെ പൊന്നുമോനെ, കുഞ്ഞുമോനെ, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ. ആ വിളി കേൾക്കുമ്പോ തന്നെ മക്കള് വാപ്പാടെ ഉപദേശത്തിലേക്ക് കണ്ണും കാതും കൽബും കൊടുക്കണം. ആ നിലക്ക് ആ വിളി സ്നേഹത്തോടെ വിളിച്ചിട്ട് പറയണം, ലാ തുശ്രിക് ബില്ലാഹ്, മോനെ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം ഇന്ന ശിർക ലളുൽമുൻ അളീം, നിശ്ചയമായും അല്ലാഹുവിൽ പങ്കു ചേർക്കൽ വമ്പിച്ച അക്രമം തന്നെ. ഏറ്റവും വലിയ അക്രമമാണ് അല്ലാഹുവിന് പങ്കു ചേർക്കൽ. സർവ്വലോക പരിപാലകനായ റബ്ബ് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് വേണ്ട രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, അതിന്റെ സൃഷ്ടിപ്പിലോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലോ മഴ തരുന്നതിലോ സസ്യലതാദികൾ മുളപ്പിക്കുന്നതിലോ ജീവിപ്പിക്കുന്നതിലോ മരിപ്പിക്കുന്നതിലോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലോ ഇവിടെ ഒരാൾക്കും പങ്കില്ലെന്ന് സർവ്വമതത്തിന്റെ അനുയായികളും അംഗീകരിക്കുന്ന ഒരു തത്വം. പക്ഷേ പലരും അതൊക്കെ അംഗീകരിച്ചിട്ട് ആ റബ്ബല്ലാത്തവരെ, ആ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുകയും അവർക്ക് വേണ്ടി വഴിപാടുകൾ അർപ്പിക്കുകയും അവരുടെ പേരിൽ ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് അതുപോലെയുള്ള ശിർക്കൻ ബഹുദൈവാരാധനാപരമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബാപ്പ മകനോട് ആദ്യം പറയണം, മോനെ, ഏറ്റവും പരമപ്രധാനമായി നീ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ള മഹാപാതകമായ ശിർക്ക് നിന്നിൽ വരാതെ നോക്കണം. ശിർക്ക് ചെയ്യരുത്. നമുക്കുറപ്പാണ് ഒരു ബാപ്പ മകനോട് ഇന്ന ശിർക്കല ദുൽമുൻ അളീം എന്ന് പറഞ്ഞിട്ട് നിർത്തൂല. കുട്ടി ചോദിച്ചിട്ടുണ്ടാവും, എന്താ ബാപ്പ ശിർക്ക്? അപ്പൊ ബാപ്പ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ബാപ്പ വിശദീകരിച്ചു കൊടുക്കും, എന്താ ശിർക്ക്, എന്താ തൗഹീദ്. രക്ഷിതാക്കളെ, ഈ ദൗത്യം നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഈ ദൗത്യം നിർവഹിച്ചിട്ടുണ്ടോ? വളരെ കൃത്യമായി ഒരു രക്ഷിതാവിന്, ഒരു ബാപ്പയ്ക്ക് മക്കളോടുള്ള ഉപദേശ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ പരമപ്രാധാന്യം അർഹിക്കുന്നത് അവന്റെ ശരീരത്തിൽ, അവന്റെ ഖൽബിന് എത്ര സ്ഥാനമുണ്ടോ, ഒരു ബിൽഡിങ്ങിന് അതിന്റെ ഫൗണ്ടേഷൻ എത്ര സ്ഥാനമുണ്ടോ, ഒരു വൃക്ഷത്തിന് അതിന്റെ കാണ്ഡത്തിൽ എത്ര സ്ഥാനമുണ്ടോ, അത്രത്തോളം സ്ഥാനമുള്ള ഖൽബില്ലെങ്കിൽ മനുഷ്യനില്ല, ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഇല്ല, വൃക്ഷത്തിന്റെ കാണ്ഡങ്ങളില്ലെങ്കിൽ ആ വൃക്ഷത്തിന് നിലനിൽപ്പില്ല എന്ന് പറയപ്പെട്ടതുപോലെ തൗഹീദ് ഇല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു അമലിനും വിലയില്ല. അത് ലോകം കണ്ട മഹാന്മാരായ പ്രവാചകന്മാരോട് പോലും അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ആദർശമാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നീ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ അമൽ മുഴുവൻ പൊളിഞ്ഞുപോയി, ഏറ്റവും വലിയ പരാജിതരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെട്ടത് തന്നെ എന്ന് ലോകത്ത് വന്ന മഹാന്മാരായ പ്രവാചകന്മാരോട് വരെ അള്ളാഹു കൊടുത്തിട്ടുള്ള താക്കീതാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ സ്വന്തം മക്കളോടും ഭാര്യയോടും കുടുംബത്തോടുമൊക്കെ കുടുംബനാഥന്മാരെ ആദ്യം പഠിപ്പിക്കേണ്ടുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെതിരെ വരുന്ന ശിർക്ക്, അതിന്റെ ഗൗരവം, ശിർക്ക് കടന്നു വരുന്ന വിവിധമായ മുഖങ്ങൾ, അതിലേക്ക് എത്തിപ്പെടുന്ന ഗൗരവതരമായ വിഷയങ്ങൾ ഗൗരവത്തോടുകൂടെ ഉണർത്തേണ്ടതുണ്ട്. അതില്ലെങ്കിൽ എല്ലാം നശിച്ചുപോയി. അതുകൊണ്ട് ഒന്നാമതായി ഉപദേശത്തിൽ വിഷയങ്ങൾ ക്രമീകരിക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന മുൻഗണനാക്രമം പറഞ്ഞില്ലേ, ആദ്യം പറയേണ്ടത് വിശ്വാസകാര്യമാണ്. തീർന്നില്ല. പിന്നീട് അള്ളാഹു ഗൗരവത്തോടെ ഈ മനുഷ്യ സമുദായത്തോട് കൃത്യമായി തന്നെ നൽകിയിട്ടുള്ള ഒരു വസിയത്താണ് പിന്നെ എടുത്തു പറയുന്നത്, വസയ്യനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം. ആ ഗൗരവം അതിന്റെ ഇടയ്ക്ക് എടുത്തു പറയുക. അവരെ നീ എല്ലാ കാര്യത്തിലും അനുസരിക്കണം. പക്ഷേ എന്നെ ശിർക്ക് വെക്കാൻ വേണ്ടി മാതാപിതാക്കൾ നിന്നോട് കീർത്തിച്ചാൽ, നിർബന്ധിച്ചാൽ അനുസരിച്ചു പോകരുത്. അതിൽ അവർക്ക് അനുസരണമില്ല. എന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയവരുടെ വഴിത്താരയെ നീ പിൻപറ്റണം എന്ന് രണ്ടാമതായി പറഞ്ഞു. മൂന്നാമതായി എടുത്തു പറയുന്നത് എന്താണ്? മൂന്നാമതായി കൃത്യമായി പഠിപ്പിക്കുന്ന ഒരാശയം, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള റബ്ബിന്റെ മുറാഖബത്ത് നമ്മിൽ എപ്പോഴും ഉണ്ട് മോനെ എന്ന് കൃത്യമായി മകന് പകർന്നു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഏറ്റവും പരമപ്രധാനമായ ഈമാനിന്റെ ഒരു ഭാഗമാണത് മുറാഖബത്തുല്ലാഹ്. അള്ളാഹുവിന്റെ നോട്ടം, അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ നിരീക്ഷണം. റബ്ബ് എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാവണം, നമ്മിലുണ്ടാകണം. കാരണം അതുണ്ടെങ്കിൽ ഒരു രക്ഷിതാവിന് മക്കളെ കുറിച്ച് പേടിക്കേണ്ടി വരില്ല.
നിങ്ങൾ നോക്കൂ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം മക്കളിലുണ്ടോ? തൗഹീദ് അവരിൽ കൃത്യമായി നിലനിൽക്കുന്നുണ്ടോ എന്നത് ജീവിതകാലം മുഴുവനും കൃത്യമായി നിർവഹിച്ച് വഫാത്താകുന്ന നേരത്ത് പോലും മഹാന്മാരായ പ്രവാചകന്മാർ ആ കാര്യം മറന്നിട്ടില്ല. ജീവിതകാലം മുഴുവനും മക്കളെ കൂടെ നടന്ന് ഇസ്ലാമിന്റെ കൃത്യമായ ആദർശം പകർന്നു കൊടുത്തിട്ട് വഫാത്താകുന്ന നേരത്ത് പോലും മഹാന്മാരായ പ്രവാചകന്മാർക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ല. എന്നിട്ടല്ലേ നമുക്ക് أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي. അതേ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമാകുന്ന വേളയിൽ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുക? നിങ്ങൾ ആദർശം എന്തായിരിക്കും എനിക്ക് ശേഷം? പാപ്പയുടെ മക്കൾ കൃത്യമായി പറഞ്ഞു, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ എന്ന് കൃത്യമായി ആ പാരമ്പര്യം എടുത്തു പറഞ്ഞു. ഞങ്ങൾ ആ തൗഹീദിൽ ഉറച്ചു നിൽക്കും. അത് വളരെ സന്തോഷത്തോടുകൂടെ കേട്ട് വഫാത്തായി പോകാൻ മഹാനായ പ്രവാചകന് സാധിച്ചു. അമ്പിയാക്കളൊക്കെ അങ്ങനെയാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം എന്ന മഹാൻ ആദ്യം തന്നെ കൊടുക്കുകയാണ്, മോനെ ശിർക്ക് വന്നു പോകരുത്. തീർന്നില്ല, പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി എപ്പോഴും വേണം. ബാപ്പയായ എന്നെയല്ല നീ പേടിക്കേണ്ടത്, എന്റെ ഉമ്മാനെയല്ല നീ പേടിക്കേണ്ടത്, നാട്ടുകാരെയല്ല പേടിക്കേണ്ടത്. സർവ്വ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ മോനെ നിനക്ക് പ്രേരകമായിരിക്കേണ്ടത് മുറാഖബത്തുല്ലാഹ്. അല്ലാഹ് കാണുന്നുണ്ട്, അള്ളാന്റെ നിരീക്ഷണമായിരിക്കണം. ഇത് നമ്മിലും നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കണം. എന്ത്? മുറാഖബത്തുല്ലാഹ്. അള്ളാന്റെ നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും. അത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബോധമുണ്ടാവലാണ് ഏറ്റവും പ്രധാനം. മോനെ, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒരു കടുകു തരിയോളം തൂക്കത്തിലുള്ള, കടുക് മണിയോളം വലുപ്പത്തിലുള്ള ഒരു കാര്യം, ഫതകുൻ ഫീ സഖറത്തിൻ, എന്നിട്ട് നീ അതൊരു കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ വെക്കുന്നു. ഒരു കരിമ്പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു വസ്തു കിടക്കുന്നുണ്ട്. പാറ എന്ന് പറഞ്ഞാൽ തന്നെ അത് കറുപ്പാണ്, കരിമ്പാറയാണ്. അതിന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം വെളുത്ത സാധനമല്ല, ഹർദലാണ്. ഹർദലിന്റെ നിറം, കടുക് തരിയുടെ നിറം കറുപ്പാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു സാധനം. ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ, ഏഴാകാശങ്ങളുടെയോ ഏഴ് ഭൂമിയുടെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉള്ള ഏതൊരു കാര്യമാണെങ്കിലും അല്ലാഹു അതിനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, നിശ്ചയം അല്ലാഹു നിഗൂഢജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. സൂറത്തുൽ ലുഖ്മാൻ. ഈ ഒരു ആദർശം മനപ്പാടമാക്കി വെക്കുകയും ഈ ആയത്ത് മനപ്പാടമാക്കി വെക്കുകയും നമ്മുടെ കൽബിലും നമ്മുടെ കുടുംബത്തിലൊക്കെ അത് തിളങ്ങി നിന്ന തെറ്റ് ചെയ്യാൻ കഴിയില്ല. ഒറ്റക്കാണെങ്കിലും കഴിയില്ല. ഇന്ന് പലപ്പോഴും രക്ഷിതാക്കളെ പേടിച്ച്, അയൽവാസികളെ പേടിച്ച്, ഒപ്പം താമസിക്കുന്ന റൂമിലുള്ള മറ്റുള്ളവരെ പേടിച്ച്, ആളുകളെ പേടിച്ച്, മറ്റുള്ളയാൾ രൂപത്തിലുള്ള പല സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ടേക്കുമോ എന്ന് പേടിച്ചുകൊണ്ടൊക്കെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു ലോകത്ത് സ്വന്തത്തെ നിയന്ത്രിച്ചു നിർത്തുവാൻ ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോളണേ. പ്രവാസിയാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടുകാർക്കിടയിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും നീ ടൂർ പോകുന്ന അവസരത്തിലാണെങ്കിലും നീ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിലാണെങ്കിലും നിന്റെ കാറിലാണെങ്കിലും നീ റോട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏത് സ്ഥലത്ത് നീയാണെങ്കിലും എവിടെയുള്ളതും റബ്ബറിയുന്നു. ഏതൊരു പ്രവർത്തനം എത്ര നിസ്സാരമായത് നീ ചെയ്യുകയാണെങ്കിലും അത് ആകാശഭൂമികളിൽ പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും അല്ലാഹു കൊണ്ടുവരും. അല്ലാഹു കൊണ്ടുവരും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. കാണും. ആ ഒരു ബോധം നമുക്ക് ഉണ്ടായി കിട്ടാനാ പ്രാർത്ഥിക്കേണ്ടത്. റബ്ബേ, നീ കാണുന്നല്ലോ, നീ കേൾക്കുന്നല്ലോ, നീ അറിയുന്നല്ലോ. എവിടെയാണെങ്കിലും നമ്മെ ഏറ്റവും കൂടുതൽ കടിഞ്ഞാനിട്ട് പിടിച്ചു നിർത്തുന്ന ആ ഒരു ചിന്ത, എന്റെ റബ്ബ് എന്നെ കാണുകയാണ്, നോക്കുകയാണ്, അറിയുകയാണ്. എനിക്കിനി അവനെ മറച്ചു വെച്ച് ഒന്നും
അവനിൽ നിന്ന് ഒരു തരിമ്പ് മറച്ചു വെച്ചുകൊണ്ട് ഒരു വാക്കുരിയാടാൻ, ഒരു പ്രവൃത്തി ചെയ്യാൻ, ഒരു സ്ഥലത്തേക്ക് നോക്കാൻ, ഒരു കാര്യത്തിൽ ഇടപെടാൻ, ഒരു സ്ഥലത്ത് സ്പർശിക്കാൻ, ഒരിടത്തേക്ക് പങ്കെടുക്കാൻ, നടന്നു പോകാൻ കഴിയില്ല. എന്റെ റബ്ബറിയും പിടികൂടും, അത് കൊണ്ടുവരും അവൻ. ആ ബോധം ബാപ്പ മകന് പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ ബാപ്പാക്ക് സ്വസ്ഥത ഉണ്ടാവും. എന്താ, ഇനിന്റെ മോനെ കുറിച്ച് പേടിക്കേണ്ടി വരില്ല. ആ ഈമാനാണ് കൽബിൽ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ, ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹ് കാണുന്നുണ്ട്, എല്ലാം അവൻ അറിയും എന്ന കൃത്യമായ ആ ബോധം പകർന്നു കൊടുത്തു. അതോടൊപ്പം പിന്നെ കർമ്മരംഗത്ത് വളരെ ഉത്സാഹം കാണിക്കാൻ കൃത്യമായ നിർദ്ദേശമാണ് തുടർന്നു വരുന്നത്. യാ ബുനയ്യ അഖിമിസ്സലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാ, നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. നിസ്കാരം നീ മുറ പോലെ നിർവഹിക്കണം. ഒരു മുസ്ലിമിന്റെ ആരാധനകളുടെ കാമ്പും കാതലും അതിന്റെ ജീവനും അതിന്റെ നെടുന്തൂണുമാണ് നിസ്കാരം. 5 നേരത്തെ നിസ്കാരം, അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താ, അതുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലെല്ലാം മാറ്റം വരും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നിസ്കാരം മനുഷ്യനെ തടയും. അതുകൊണ്ട് ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മോനെ, നീ വീഴ്ച വരുത്തരുത്. മുറ പോലെ നീ അത് ചെയ്യണം. ബാപ്പ സുബഹിക്ക് പള്ളിയിലേക്ക് എഴുന്നേറ്റ് പോകുന്നു ടോർച്ച് പെടുത്തുകൊണ്ട് നാട്ടിൽ, അല്ലെങ്കിൽ ഇവിടെ മക്കൾ കിടന്നുറങ്ങുന്നു. ഒരുപാട് പഠിക്കാനും വായിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു, ഉറങ്ങിക്കോട്ടെ പാവം എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോവുക. ബാപ്പ എന്നിട്ട് നിസ്കരിക്കണോ ഉമ്മ? അല്ല അല്ല, നിന്റെ കൂടെ സ്വർഗത്തിൽ വേണം അവർ. നിന്റെ കൂടെ ഉണ്ടാകണം, നിന്റെ കൂടെ ഉണ്ടാകണം. അവര് നിന്റെ കൂടെ ഇല്ലാത്തൊരു സമയത്തെ കുറിച്ച് വേദനിക്കുന്നില്ലേ ദുനിയാവിൽ? എന്റെ മക്കളോടൊത്ത് ഞാനൊരു അല്പസമയം എത്ര കാലമായി ഒന്നിച്ചിരുന്നിട്ട്. അതെ, ശാശ്വതമായി നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ഉണ്ടാകണം സ്വർഗത്തിൽ. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യാൻ പോകുമ്പോ മക്കൾക്കത് തടയരുത്. അവരോട് വാത്സല്യം എന്ന് പറഞ്ഞാൽ നന്മ തടയലല്ല, നന്മ കിട്ടുന്ന മാർഗങ്ങളൊക്കെ അവർക്ക് കൊടുക്കലാണ്. യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നിസ്കാരം കൃത്യമായി നിലനിർത്തണം. അതുകൊണ്ട് മക്കളോട് മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്അ സിനീൻ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നിസ്കാരം കൊണ്ട് കൽപ്പിച്ച് 3 കൊല്ലം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിസ്കാരത്തിന്റെ കണിശത ഇല്ലെന്ന് മനസ്സിലായാൽ 10ാമത്തെ വയസ്സിൽ അതിന്റെ പേരിൽ ശിക്ഷണ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂവെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകനായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞിരിക്കുന്നു. എന്തിനാണെന്നറിയോ? അവസാനത്തെ ഒരു നിമിഷത്തെ ഇങ്ങനെ വടവൃക്ഷായിന്റെ ശേഷം അങ്ങോട്ട് പിഴുതെറിയാൻ എളുപ്പമല്ല. ചെറുപ്പത്തിലേ വേണ്ട രൂപത്തിലുള്ള പരിചരണങ്ങൾ കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. മോനെ, നിസ്കാരം കൃത്യമായി നിലനിർത്തണം. രണ്ടാമത് എന്താ പറഞ്ഞത്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ. നീ ജനങ്ങളോട് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണേ, നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം, സമൂഹത്തോട് നന്മ കൊണ്ട് കൽപ്പിക്കണം. വൻഹ അനിൽ മുൻകരി, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നീ തടയുകയും വേണം. നീ പ്രബോധന രംഗത്തിറങ്ങണം. നിന്നെക്കൊണ്ട് കഴിയുന്ന നിലക്ക് നീ സൽക്കർമ്മങ്ങൾക്ക് പ്രചോദനം നൽകണം. നിന്നെക്കൊണ്ട് കഴിയുന്ന നിലക്ക് നീ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുന്ന പ്രവർത്തനങ്ങളിൽ താവനുണ്ടാകണം. നീ അതിൽ സഹകരിക്കണം. ആ മാർഗത്തിൽ നീ ഇറങ്ങുമ്പോ നീ വിചാരിക്കരുത് ആ മാർഗം അത്ര ലളിതമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. നിസ്കരിക്കാൻ പോകും പോലെ ലളിതല്ല പ്രബോധനത്തിനിറങ്ങൽ. ആളുകളോട് നന്മ ഉപദേശിക്കാനുള്ള കൂട്ടായ്മകളിൽ പ്രവർത്തിച്ചതിൽ മുന്നേറുമ്പോ ആളുകളിൽ നിന്ന് പരിഹാസങ്ങൾ ഉണ്ടാകും, കുപ്രചരണങ്ങൾ ഉണ്ടാകും, ദുരാരോപണങ്ങൾ ഉണ്ടാകും, ഒരുപക്ഷെ ശാരീരികമായി പീഡനങ്ങൾ ഉണ്ടാകും. മഹാന്മാരായ ദാഴിമാരായ പ്രബോധകന്മാരെ അറുകൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഒരു ന്യായവും കൂടാതെ മഹാന്മാരായ പ്രവാചകന്മാരെ പ്രബോധിത സമൂഹം കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർ സമൂഹത്തോട് നല്ലത് പറഞ്ഞു, തിന്മ വിരോധിച്ചു. അതുകൊണ്ട് ആ പാത അത്ര സുഗമമല്ല. ഉടനെ പറയുകയാണ്, മോനോട് മോനെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നിന്റെ ജീവിതത്തിൽ നിന്നെ ബാധിക്കുന്ന ആപത്തുകൾ അതെന്ത് തന്നെയാണെങ്കിലും, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും തളരാതെ സബറോടെ നീ കരുത്തോടെ പിടിച്ചു നിൽക്കണം. ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ. നിശ്ചയമായും അതൊക്കെ കൃത്യമായും പാലിക്കേണ്ട ദൃഢമായ കാര്യങ്ങളിൽ പെട്ടത് തന്നെ. മറന്നു പോകരുത് മോനെ, ഈ പറഞ്ഞതൊക്കെ ദൃഢമായ കാര്യങ്ങളാണ്. ഇതൊന്നും ഒഴിവാക്കേണ്ട കാര്യങ്ങളല്ല.
5 നേരത്തെ കൃത്യനിസ്കാരം, ഇസ്ലാമിക ദഅവത്ത്, പ്രബോധനം, അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എങ്ങനെയാണോ നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, അതിൽ ഭാഗവാക്കാവൽ ഒക്കെ ചെയ്യണം. ഇസ്ലാമികമായി പ്രബോധന രംഗത്തും അല്ലാതെയും ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സബർ വേണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സബർ വേണം. ജീവിതത്തിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ പതറാതെ കരുത്തോടെ പിടിച്ചു നിൽക്കാനും സബർ വേണം. അതൊക്കെ എന്റെ മോന് വേണം, അതൊക്കെ ആവശ്യമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ആ നിലക്കുള്ള ഉപദേശം മഹാനായ ലുഖ്മാനുൽ ഹക്കീം അവസാനിപ്പിച്ചത്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമിക ലോകത്ത് ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ നിലക്കുള്ള ഉപദേശങ്ങൾ. സമൂഹത്തിൽ നിന്ന് എല്ലാ ഫിത്നയുടെയും ഫസാദിന്റെയും കൊള്ളയുടെയും കൊള്ളിവെപ്പിന്റെയും കലാപങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും പേക്കൂത്തുകളിലേക്ക് നടന്നു നീങ്ങുന്ന, അല്ലെങ്കിൽ വളരെയേറെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന യുവസമൂഹം എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന സമൂഹങ്ങളാണെന്ന് നമ്മൾ മറക്കാതിരിക്കുക. സമൂഹത്തെ പഴിക്കുന്നതിന്റെ മുമ്പ് സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഒരു ആലോചന നടത്തുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നല്ല നിലക്ക് മഹാന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് അവരുടേതായ സതുപദേശങ്ങളിലൂടെ തന്നെ ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ, അല്ലാഹുവിങ്കൽ എന്ന വലിയ ഹിക്മത്ത് നൽകപ്പെട്ട മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള ഊർജ്ജസ്വലമായ കൃത്യമായ അതിഗംഭീരമായ ഉപദേശങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ പൂർണ്ണത അവന്റെ സ്വഭാവത്തിന്റെ ശുദ്ധീകരണത്തിൽ കൂടി മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നിയുക്തനായത് തന്നെയും ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അസ്ഖലു ശൈഇൻ ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ ഖുലുഖുൻ ഹസൻ. ഒരു മുഅ്മിനിന്റെ തുലാസിൽ നാളെ പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന പ്രവൃത്തി എന്താണ്? സൽസ്വഭാവമാകുന്നു. സൽസ്വഭാവമാകുന്നു. അതുകൊണ്ട് ബാപ്പ മകനോട് ആ കാര്യം പറയാതിരുന്നിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം ബാപ്പ മകനോട് പറയുകയാണ്, മോനെ വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മർഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. വലാ തുസഇർ ഖദ്ദക ലിന്നാസി, നീ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നിന്റെ കവിള് കോട്ടി സംസാരിക്കരുത്. കവിള് കൊട്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളോട് സംസാരിക്കുമ്പോ മുഖത്ത് നോക്കാതെ മുഖം തിരിച്ച്, അഹങ്കാരത്തിന്റെ ലക്ഷണം. അഹങ്കാരം ഉണ്ടാവരുത് നിനക്ക്. ആളുകളോട് സംസാരിക്കുമ്പോ അവരുടെ മുഖത്ത് നോക്കി വളരെ വിനയത്തോടെ സംസാരിക്കണം. നിന്റെ കവിള് കോട്ടരുത് എന്ന് പറഞ്ഞാൽ തല തിരിച്ചു കളയാൻ ആരെ കുറിച്ചാ പറയല്? അവൻ തല തിരിച്ചു കളഞ്ഞു. ഒട്ടകത്തിന് ബാധിക്കുന്ന ഒരു രോഗമാണ് പോലും ഇത്. ഒട്ടകത്തിന് ഈ രോഗം ബാധിച്ചാൽ ഒട്ടകം വെള്ളം കണ്ടാലും ഉടമയെ കണ്ടാലും ആരെ കണ്ടാലും അപ്പൊ കഴുത്ത് തിരിച്ചാണ് തിരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ഒരു രോഗം ഒട്ടകത്തിന് ബാധിക്കാറുണ്ട്. അതിനോടാ ഉപമിച്ചത്. നിന്റെ കവിള് നീ കോട്ടിക്കളയരുത്, തിരിച്ചു കളയരുത്. ആ സുഖം നിനക്ക് പിടിപെടരുത്. അഹങ്കാരമുണ്ടാകരുത്. വിനയം വേണം. വിനയത്തോടെ നീ സംസാരിക്കാവൂ. ആളുകളോട് കയറി ചാടി സംസാരിക്കരുത്. വളരെ ഭവ്യതയോടെ വിനയത്തോടെ നീ നല്ല നിലയ്ക്ക് ഇടപെടണം, സംസാരിക്കണം. വലാ തംശി ഫിൽ അർദി മർഹാ, ഭൂമിയിൽ നീ അഹങ്കാരത്തോടെ നടക്കുകയും ചെയ്യരുത്. നിന്റെ നടത്തത്തിൽ വരെ അത് പ്രകടമാവണം. എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ പെരുമാറ്റത്തിലും നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും വാക്കുകളിലുമൊക്കെ അഹങ്കാരം ഒരിക്കലും തൊട്ടു തീണ്ടരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. വളരെയേറെ ഫഖ്ർ നടിക്കുന്ന, പ്രൗഢി കാണിക്കുന്ന, വലിയ രൂപത്തിലുള്ള ആ ഹന്തയും മേനിയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ദുരഭിമാനികളിൽ ഒരെണ്ണത്തെ പോലും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അത് നീ കാണിക്കരുത്. നല്ല വിനീതനായിക്കൊണ്ട് നീ പെരുമാറണം എപ്പോഴും എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം. തീർന്നില്ല. വഖ്സിദ് ഫീ മശീക വഗ്ളദ് മിൻ സൗതിക്
ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. നടക്കുകയാണെങ്കിലും വാഹനം ഓടിക്കുകയാണെങ്കിലും ഒക്കെ ഒരു മിതമായിട്ടേ പോകാവൂ. വലിയ സ്പീഡിൽ പോകണ്ട, വലിയ സ്പീഡിൽ നടക്കണ്ട, അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങളൊന്നും വേണ്ട, നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം നടക്കാൻ. അത് നടത്തം മാത്രമല്ല, റോട്ടിലൂടെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ അതിൽ പെടും എന്ന് ആധുനികരായ മുഫസ്സിരീങ്ങൾ പറയാം. ആ നടത്തത്തിലും ഓരോരുത്തരും ആ കിബറിന്റെ പാച്ചിലുണ്ടല്ലോ, അത് പായണ്ട. നീ മാത്ര റോട്ടിൽ എന്ന് വിചാരിക്കണ്ട, നീ മാത്ര നടന്നു പോകുന്നതെന്ന് വിചാരിക്കണ്ട, നിന്റേത് മാത്രമാണ് വഴി, മറ്റുള്ളവർക്ക് അവകാശങ്ങളില്ല എന്ന് വിചാരിക്കണ്ട. അതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണം. അഹങ്കാരത്തിന്റെ ലക്ഷണം നിന്റെ വാക്കിലും നോക്കിലും പ്രകടമാവരുത്. നിന്റെ നടത്തത്തിലും നിന്റെ സഞ്ചാരത്തിലും നിന്റെ റോട്ടിലും നിന്റെ റൂട്ടിലും അത് പ്രകടമാവരുത്. വിനയമാണ് നിനക്കുണ്ടാവേണ്ടത്. നിയമങ്ങൾ പാലിക്കണം. വഖ്സിദ് ഫീ മശീക്, മിതമായി നടക്കണം, മിതത്വം പാലിക്കണം. നിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം നീ പാലിക്കണം. വഗ്ദുദ് മിൻ സൗതിക്, ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ആവശ്യമുള്ള ഇടത്ത് ശബ്ദത്തെ സംസാരിക്കുക. അല്ലാത്തടത്ത് വെറുതെ ഇങ്ങനെ ശബ്ദത്തെ സംസാരിക്കൽ ഒരു മൃഗത്തിന്റെ സ്വഭാവമാണ്. ആ പേര് പോലും നിന്നെ വിളിക്കുന്നതും നിന്നെ അതിലേക്ക് ചേർത്ത് പറയുന്നതും വെറുപ്പോടെ നീ കാണൂ. അതെന്താ? ഇന്ന അൻകറൽ അസ്വാത്, ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം ലസൗതുൽ ഹമീർ, കഴുതയുടെ ശബ്ദമാണ്. കഴുതയുടെ ശബ്ദമാണ്. നമുക്കൊരിക്കലും കേൾക്കാൻ ഇഷ്ടമല്ല ഒരാളെ ഹിമാറയെന്ന് വിളിക്കുന്നു, ഒരാൾ കഴുതയെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കഴുതയെ പോലെ എന്ന് പറയുന്നു. അത്ര ഗൗരവത്തോടെ ആവശ്യമില്ലാതെ വെറുതെ ഒച്ചയും വിളിയിട്ട് ബഹളം കൂട്ടി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കണം. വേണ്ടതിൽ വേണ്ട അളവിൽ സംസാരിക്കണം, വേണ്ടതിൽ വേണ്ട രൂപത്തിൽ നീ സംസാരിക്കണം. അങ്ങനെ വിനയം നിന്റെ മുഖമുദ്രയായിക്കൊണ്ട് എത്രത്തോളം ആ മഹാനായ വ്യക്തിത്വം തന്റെ മോനോട് പറയാണ്, കഫാ ബിക അഖ്ലൻ അൻ യസ്ലമ അന്നാസു മിൻ ശർരിക. മോനെ, നിന്റെ ബുദ്ധി, നിന്റെ തന്റെ ഇടം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ നീ അളക്കേണ്ടത്? ഞാൻ ബുദ്ധിമാനാണോ, ഞാൻ വിവേകിയാണോ എന്നൊക്കെ നിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് നിനക്ക് മനസ്സിലാകാൻ നീ ഇത് മാത്രം നോക്കിയാൽ മതി. എന്ത്? അൻ യസ്ലമ അന്നാസു മിൻ ശർരിക, ആളുകൾക്ക് നിന്റെ ഷർറിൽ നിന്ന് രക്ഷ കിട്ടിയാൽ നീ വലിയ ആഖിലാണ്. നീ മുഖേന ഒരാൾക്കും ഒരു ഷർറും ഇല്ലാതിരിക്കാൻ വേണ്ടി നീ കൃത്യമായി ശ്രദ്ധിക്കണം. അതിന് നിന്റെ കൂട്ട് പണ്ഡിതന്മാരാവണം. നല്ല നല്ല സദസ്സുകളിൽ നീ എപ്പോഴും പോണം. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ കാണാം, മോനെ യാ ബുനയ്യ ജാലിസിൽ ഉലമാ, നീ പണ്ഡിത സദസ്സുകളിൽ പോകണം. ഇൽമു പറയുന്നിടത്ത് നീ അവരുടെ കൂടെ പോയി ഇരിക്കണം. ഫഇന്നല്ലാഹ യുഹ്യിൽ ഖുലൂബ ബിനൂരിൽ ഹിക്മതി കമാ യുഹ്യില്ലാഹുൽ അർദൽ മൈതത ബിവാബിലിസ് സമാ. നിശ്ചയമായും അല്ലാഹു ഹൃദയങ്ങൾക്ക് നല്ല ജീവൻ പകരും. ബിനൂരിൽ ഹിക്മതി, അറിവിന്റെ വെളിച്ചം കൊണ്ട്. കമാ യുഹ്യില്ലാഹുൽ അർദ, അല്ലാഹു ഭൂമി ചത്തുകിടക്കുന്ന നിർജീവമായ ഭൂമിക്ക് ആകാശത്ത് നിന്നിറങ്ങുന്ന പേമാരി മുഖേന, അതല്ലെങ്കിൽ മഴ മുഖേന ജീവൻ നൽകും പോലെ ഇസ്ലാമിന്റെ വെളിച്ചമാകുന്ന പ്രകാശം മുഖേന നിന്റെ അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങൾക്കൊക്കെ ഒരു തുറവി കിട്ടിയിട്ട് അതിന് നല്ല ജീവസ് കിട്ടും മോനെ. അതുകൊണ്ട് ഇൽമു പറയുന്ന സദസ്സുകളിൽ ഉലമാഇന്റെ കൂടെ നീ പോയി ഇരുന്നു കൊടുക്കണേ. യാ ബുനയ്യ ജാലിസിൽ ഉലമാ. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ധാരാളം ചരിത്രത്തിൽ വേറെയും രേഖപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹാനായ ഒരു പിതാവ് നിർവഹിച്ച ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടി, ലോകത്തിന് മാതൃകയായ ഒരു ഡ്യൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ജീവിച്ചയാളല്ല ലുഖ്മാൻ. ഏത് കാലത്താണ് അദ്ദേഹം ജീവിച്ചത്? ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഒന്നിനും പറയത്തക്ക തെളിവുകളില്ല. ഏതായാലും എന്നോ ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാനായ വ്യക്തിത്വത്തെ ഇന്നും ആ പേരിൽ ഒരു അധ്യായവും അതുപോലെ തന്നെ ഒരു പേജോളം വരുന്ന വലിയ രൂപത്തിലുള്ള സതുപദേശങ്ങളിലൂടെ, ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ ഓർക്കുന്നത്. ആ മഹാനായ വ്യക്തിത്വം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു പോയ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മം കാരണമാണ്. അതെന്താ? മക്കളെ ഉപദേശിച്ചു. ആ ഉപദേശത്തിൽ വന്ന ബാധ്യത നിർവഹിക്കുന്നതിൽ രക്ഷിതാക്കളെ, നമ്മുടെയൊക്കെ സ്ഥാനം എവിടെയാണെന്ന് 1000 വട്ടം ആലോചിച്ച് വേണ്ടത് ചെയ്യണേ എന്നാണ് എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമികമായ നിയമങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വേദന സഹിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ കാത്തു രക്ഷിക്കണമേ. എല്ലാ വേദനകളിൽ നിന്നും നീ പരിഹാരം തരയണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും നീ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കണമേ നാഥ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله.